ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ ഇറങ്ങണം. നമുക്ക് ഉച്ചക്ക് 1 മണിക്കാണ് എറണാകുളത്ത് നിന്ന് ട്രെയിനുള്ളത്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡി ആയിട്ടില്ല, ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റ് പാടെ എടുത്ത് ക്യാമറ എടുത്ത് നേരെ വീഡിയോ എടുക്കുക ചെയ്ത്. അപ്പോൾ 2 ദിവസത്തെ 3 ദിവസത്തെ വീഡിയോ ചെയ്യാനായിട്ടാണ് പ്ലാൻ ഇട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് 2 ദിവസം നമ്മളവിടെ ഉണ്ട്, 2-3 ദിവസം അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യാത്രാ വിശേഷങ്ങളായിരിക്കും കൂടുതൽ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരുങ്ങിയിട്ടൊക്കെ കാണാം. ഇപ്പോഴേ നമ്മളെല്ലാവരും പോകാൻ റെഡി ആയിട്ടാ. എല്ലാവരും ബാഗ് എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓട്ടോക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തല ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിനിനാണ് എറണാകുളത്തോട്ട് പോകുന്നത്. അപ്പോൾ കായംകുളം എറണാകുളം പാസഞ്ചറാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചേർത്തലയിൽ ഒരു 10-10 എത്തുമെന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് പിടിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ ഇച്ചിരി നേരത്തെ തന്നെ എത്തി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ആ ട്രെയിൻ ഉണ്ടാവില്ല എന്നറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി നേരത്തെ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും വൈഫിൻ്റെ ഫാമിലി, പെങ്ങളുടെ ഹസ്ബൻഡ്, അനിയൻ, അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത്. പറഞ്ഞോ നമ്മളെവിടെ പോവാണെന്ന്. എവിടെ പോണ പറ. എവിടെ എവിടെ കൊച്ചത്തെ പറ, കേക്കത്തില്ല. എവിടെ കൊച്ചു തിന്നുന്ന കാര്യത്തിൽ കൊച്ചു മിണ്ടണില്ല. മഴ പൊടിയുണ്ട് കേട്ടോ. എവിടെ പോണെന്നാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. പറയണില്ല, അവള് പറയണില്ല. കൊച്ചു പോണ ഭയങ്കര തയ്യാറെടുപ്പ് തന്നെ. ഹലോ ഗൈസ് ഒക്കെ പറഞ്ഞു പഠിക്കണായിരുന്നു. ഹലോ ഗൈസ് പിന്നെന്താണ് ബാഗൊക്കെ നമ്മളെങ്ങനെ എടുത്തു, അതൊക്കെയാണ് കൊച്ചിന് പേടി. തീയടി പൂസാക്കാത്ത് എന്താ പറയണ, ഫ്ലാറ്റിൽ പോകുമ്പോ ചെന്ന് പറയുമ്പോഴത്തേനും ബിന്ദു പണിക്കരാണെന്ന് ഓടാണ്ടാണ്. അയ്യോ ഞാൻ എന്തൊക്കെ എടുക്കുമെന്ന്. അതുപോലത്തെ വെപ്രാളായിരുന്നു കൊച്ചിന്. അയ്യോ ഞാൻ എന്തിടുവേ, ഞാൻ എന്തിടുവേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ കറക്റ്റ് സമയപ്പോ തന്നെ നമ്മുടെ ട്രെയിനിന്റെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സാന്റെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ ട്രെയിനില്. അതുകൊണ്ട് തന്നെ മെസ്സ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മെസ്സ വന്നില്ലല്ലാപ്പ എന്നൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ നമ്മളൊരു 11:30 തന്നെ എറണാകുളത്ത് വന്നു കേട്ടോ. എറണാകുളം സൗത്തിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ നമ്പർ 16361 എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് 1 മണിക്ക് എറണാകുളം സൗത്തിൽ നിന്ന് എടുത്തിട്ട് വേളാങ്കണ്ണിയിൽ പിറ്റേ ദിവസം രാവിലെ 5:40 എത്തുന്നതാണ് ട്രെയിൻ. അപ്പം നേരത്തെ എത്തിയതുകൊണ്ട് വാഷ്റൂമിലൊക്കെയും പോയി, പിന്നെ ഫുഡൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഷോപ്പിലാണ് കേട്ടോ പോയത്. പുറത്ത് കുറേ ഒരു കടകളുണ്ട്, പക്ഷേ തൊട്ടുപറ്റുള്ള കടകളിലൊക്കെ മീൽസ് എന്ന് എഴുതി വെച്ചിട്ട് അവിടെ മീൽസ് ഒന്നുമില്ല. ചെല്ലുന്ന സ്ഥലത്തെല്ലാം ബിരിയാണിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ കേട്ടോ ഈ ഒരു ഷോപ്പുണ്ടോ, സനം റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ ഒന്ന് നമ്മൾ പാഴ്സലും പറഞ്ഞ് വെയിറ്റ് ചെയ്തു. കുറച്ചു നേരം നിന്ന് അപ്പത്തേനും എന്തേ സാധനം കിട്ടി. അപ്പൊ മീൽസ് നമ്മൾ പാഴ്സൽ മേടിച്ചേട്ടോ. 120 രൂപ ഫിഷ് കറി മീൽസ്. നമ്മുടെ കൂടെയുള്ള സിസ്റ്റേഴ്സാണ്. അങ്ങനെ കറക്റ്റ് 1 മണിക്ക് തന്നെ നമ്മുടെ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്ന് എടുത്തു കിട്ടാം. അപ്പോൾ എനിക്കും ലിയാക്കും കൂടി ഈ താഴത്തെ ഈ ലോവർ ബെഡ് സൈഡ് ലോവർ ഷെയർ ചെയ്യാനായിട്ട് ഇട കിട്ടിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഒരു 10-40 ദിവസം മുമ്പേ ബുക്ക് ചെയ്താണ്. പക്ഷേ എങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. എന്നിട്ടും അവസാന നിമിഷം ചാർട്ട് വന്ന സമയത്ത് നമുക്കത് RAC ആക്കി വന്നു. അങ്ങനെ എന്തായാലും വരട്ടില്ലാന്ന് ഓർത്ത് ട്രെയിനിൽ കയറിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കന്യാസ്ത്രീകളാണ് നമ്മുടെ കൂട്ടത്തിണ്ടായിരുന്നു പറഞ്ഞില്ലേ. അങ്ങനെ മോശം പറയുമല്ലെങ്കിലും ചിലരൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ചിലർക്ക് ഇച്ചിരി ഭയങ്കര സീനാണ് കേട്ടോ. സാധാരണ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ RAC ആയതുകൊണ്ട് നമുക്ക് താഴത്തെ സീറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് കിട്ടിയത് രണ്ടുപേരും. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റല്ല, നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഇരിക്കുന്ന സീറ്റാണ് അങ്ങനെ ഷെയർ ചെയ്യേണ്ട സീറ്റ്. അപ്പോൾ അവരിരുന്ന സമയത്ത് ഇന്നപോലെ മേളിൽ ഉണ്ടായിരുന്നൊരു സിസ്റ്ററായിരുന്നു, ഒരു പാവമായിരുന്നു കേട്ടോ. അങ്ങനെയല്ല പറയുന്നത്, അവിടെ കൂടെയുള്ള വേറെ സിസ്റ്റർ വന്നിട്ട് നേരെ വന്ന് നമ്മളിരുന്ന പാട്ടിൽ എണീപ്പിച്ചിട്ട് അവർ ആ സീറ്റ് അവർ രണ്ടാക്കി
മേളുള്ള സിസ്റ്ററിന് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള രീതിക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പേർക്ക് കിട്ടിയേക്കുന്ന സീറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ 3 പേര് ഇരുന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എങ്കിലും ഇത് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന രീതിക്ക് അവർ ഒറ്റയ്ക്ക് ഇരുന്നാളാണ്. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു, പക്ഷേ നമ്മുടെ TTR വന്നിട്ടും എനിക്ക് ഒരു സെറ്റായി കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. അപ്പോൾ ട്രെയിൻ ഒരു അരമണിക്കൂർ പിടിച്ചിട്ടേക്കണം കേട്ടോ. എന്താ കാര്യമൊന്നും അറിയില്ല. അപ്പോൾ കുറച്ചധികം നേരമായി ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടേക്കുന്നു. സമയം ഇപ്പോൾ 4:20 ഇരുന്നിരുന്നാകെ ടയറായിട്ടോ. മെസ്സ അങ്ങനെ കൂട്ടത്തിരുന്നിട്ട് നേരെ അമ്മച്ചിയുടെ കിടക്കലോട്ട് പോയിട്ടോ. അപ്പോൾ ലിയാക്കാണെങ്കിൽ തലവേന എടുത്തിട്ട് അവള് നല്ല മടിയിക്കിടും. ആ നേരത്തെ ഞാൻ പിന്നെ കുറച്ച് റീലൊക്കെ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഫോണിൽ തോണ്ടിയിരുന്നു. അപ്പോൾ വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. ഞാനൊരു 45 ദിവസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് പോലും എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. കാർട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് RS കിട്ടി. അപ്പോൾ ഇച്ചിരി നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺഫേം ടിക്കറ്റ് കിട്ടും. അതാണ് ഇച്ചിരി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളത് പുനലൂർ എത്തി കേട്ടോ. പുനലൂർ കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ കയറുന്നത് മനോഹരമായ കാട്ടുപാതയിലേക്കാണ് കേട്ടോ. തെന്മലയും ചരിത്രപ്രസിദ്ധമായ 13 പാലവും ബ്രിട്ടീഷ് കാലത്തെ കരിങ്കൽ ഗുഹകളും ഒക്കെ കടന്ന് ട്രെയിൻ തമിഴ്നാടിൻ്റെ അതിർത്തിയായ ചെങ്കോട്ടയിലും തെങ്കാശിയിലും എത്തും. അപ്പോൾ രാത്രി ആകുന്നതുകൊണ്ട് വിൻഡോ സീറ്റ് ഇരുന്നതിന് നല്ല തണുത്ത കാറ്റ് കിട്ടും. കാടിൻ്റെ ശബ്ദമൊക്കെ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ട്രെയിൻ തമിഴ്നാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളായ രാജപാളയം, ശിവകാശി, വിരുദുനഗർ, മാനമധുരൈ വഴി മുന്നോട്ട് പോകും. അപ്പോൾ പുലർച്ചെ ആകുമ്പോഴത്തേനും നമ്മൾ തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരദേശ മേഖലയായ പട്ടുകോട്ടയും തിരുവാരൂരും പിന്നീട് ഒടുവിൽ നേരം വെളുത്ത് നമ്മൾ 4:40 നമ്മൾ നാഗപട്ടണം എത്തും. പിന്നെ അവിടെ നിന്ന് എൻജിൻ റിവേഴ്സ് എടുത്ത് നമ്മൾ ഒരു 5:40 ആകുമ്പോൾ വേളാങ്കണ്ണിയിലെത്തും. അപ്പോൾ രാത്രിയായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ട്രെയിനിപ്പോൾ എന്തോ പിടിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ തമിഴ്നാട് ബോർഡർ കയറാൻ വേണ്ടി പോവാണ്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോസിലൊന്നും അധികം വ്യക്തമൊന്നുമില്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ രാവിലെ നമ്മുടെ വേളാങ്കണ്ണി കാഴ്ചകളായിട്ട് നമ്മൾ പുതിയ വീഡിയോയിൽ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.